ബാങ്ക് കൊടുക്കുമ്പം കരഞ്ഞു എന്നും അതിൻ്റെ പാഠമായിട്ടാണോ നമ്മളോട് ബാങ്ക് കൊടുക്കുമ്പോൾ മിണ്ടാതെ നിൽക്കണമെന്നും സംസാരിക്കരുതെന്നല്ലോ? ദയവ് ചെയ്ത് ഒരു ചോദ്യം മാത്രം ചോദിക്കുക, അതിനുശേഷം ബാക്കി അവസാനം നമ്മൾ കേട്ട ബാങ്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിർദ്ദേശം അനുസരിച്ച് ബാങ്കിന് നമ്മൾ മറുപടി പറയേണ്ടതുണ്ട്. ബാങ്ക് കൊടുക്കുന്ന ആൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മളും അത് ആവർത്തിക്കണം. അതേപോലെ ഹയ്യാൽ സ്വലാ ഹയ്യാൽ ഫല എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് മറുപടി പറയണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാതൃക അനുധാവനം ചെയ്തുകൊണ്ട് നമ്മളതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാതെ ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഉണ്ടായിരിക്കണമെന്നല്ല, റസൂലുള്ളാഹിൻ്റെ ഈ ഹദീസിൻ്റെ വെളിച്ചത്തിലാണ്. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് സെയ്ദ് ബിൻ സഅനക്ക് 20 ഈത്തപ്പഴം എക്സ്ട്രാ അളന്നു കൊടുക്കാൻ പറഞ്ഞതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരീക്ഷിക്കാനും പ്രവാചകനാണോ എന്ന് അന്വേഷിക്കുവാനും വേണ്ടി പ്രവാചകൻ്റെ പിന്നിൽ നടന്ന ആളാണ് സെയ്ദ് ബിൻ സഅന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനങ്ങൾ പരിശോധിച്ച് നോക്കാൻ. ആ രംഗത്ത് പ്രവാചകൻ്റെ ഈ ഒറ്റ സമീപനമാണ് ഇസ്ലാമിനെതിരെയുള്ള പ്രവാചകനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ സകല ശത്രുതകളും മാറി വല്ലാത്ത ഇണക്കുണ്ടാകാൻ കാരണമായത് ഈ ഇരട്ട സംഭവമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള നടപടികൾ കാണാം. തൻ്റെ വ്യക്തിപരമായ വിഷയത്തിൽ തന്നെ വ്യക്തിപരമായി വേദനിപ്പിച്ച ആളുകളോട് തിരിച്ച് പ്രതികരിക്കുക എന്നത്, അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നത് റസൂലുള്ളാഹിൻ്റെ സമീപനമല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കാര്യത്തിൽ സ്വന്തം വിഷയവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി ആരോടും പ്രതികാര നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ വാളെടുത്ത് വെട്ടാൻ വേണ്ടി കടന്നു വന്ന കാട്ടറബി റസൂലുള്ളാഹി മാപ്പ് നൽകി. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുളിച്ച തെറി പറഞ്ഞ സുഹൈൽ ബിൻ അംറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകി. അതേപോലെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ മുണ്ടിട്ട് വലിച്ച ഈ ജൂതന് പ്രവാചകൻ മാപ്പ് നൽകി. ഇവിടെ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ വിഷയങ്ങളിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏവർക്കും മാപ്പ് നൽകിയിട്ടേ ഉള്ളൂ. അതേസമയം പടച്ചറബിൻ്റെ ആദർശത്തെ കളങ്കം ചാർത്താനും അതിനെ തകർക്കുവാനുമുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ആദ്യത്തെ ചോദ്യം ഞാൻ മറന്നുപോയി. ചോദ്യത്തിൻ്റെ മാലപ്പടക്കാവുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. ഞാൻ കൊട്ടപ്പുറം സ്വദേശി ചാത്തൻകുട്ടി എന്ന് പേര്. ഈ മൈക്കിൾ എച്ച് ആർട്ടിൻ്റെ 100 പ്രഗത്ഭരായ ആൾക്കാരെ പേരെടുത്തപ്പോൾ ഒന്നാമതായിട്ട് മുഹമ്മദ് നബിൻ്റെ പേരാണ് പറഞ്ഞതെന്ന് പറയുന്നു. പ്രവാചകന്മാർ വൈൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച ആൾക്കാരാണ്. ഈ മദർ തെരേസക്കോ മഹാത്മാഗാന്ധിക്കൊന്നും വൈയില്ല. ഐൻസ്റ്റൈൻ്റെയൊക്കെ ജീവിതം തന്നെ പോക്കാന്നാണ് പറയുന്നത്. അങ്ങനത്തെ ആൾക്കാരുമായിട്ട് ഖിയാസാക്കിയിട്ട് അതിൽ 1-ാം നമ്പർ മുഹമ്മദ് നബി എന്ന് പറയുന്നതിൽ എന്തൊരു അപാകത ഇല്ല എന്നൊരു സംശയം. സഹോദരൻ ചാത്തൻകുട്ടിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഐൻസ്റ്റീൻ അടക്കമുള്ള അല്ലെങ്കിൽ പല ടൈപ്പ് ആളുകൾ അടക്കമുള്ള ഒരു നീണ്ട ചങ്ങലയിൽ ഒന്നാമനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുക്കുന്നതിൽ വല്ല അപാകതയും ഇല്ലേ? കാരണം വഹീൻ്റെ വെളിച്ചത്തിൽ ജീവിച്ചവരാണല്ലോ പ്രവാചകന്മാരെല്ലാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൈക്കിൾ എച്ച് ഹാർട്ടിനെ പോലെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചവനല്ല, പ്രവാചകൻ്റെ പ്രവാചകത്വം അംഗീകരിക്കുന്നവരല്ല, വിശുദ്ധ ഖുർആൻ്റെ ദൈവികതയെ അംഗീകരിക്കുന്നവനല്ല. മറിച്ച് പ്രവാചകൻ്റെ ശക്തനായ വിമർശകനാണ്, ഇസ്ലാമിൻ്റെ ശക്തനായ വിമർശകനാണ്, വിശുദ്ധ ഖുർആൻ്റെ ശക്തനായ വിമർശകനാണ്. അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹം നിഷ്പക്ഷമായി പഠിക്കുകയാണ്. ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ഒരുപാട് ആളുകളെ അദ്ദേഹം നിരന്തരമായി പഠന വിധേയമാക്കുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കുകയാണ് 100 ആളുകളെ. അഥവാ ഐൻസ്റ്റീന് മാസ്റ്റർ ബ്രെയിനാണ്, ലോകത്തെ ഏറ്റവും വലിയ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിജീവിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും കണ്ടെത്തലുകളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഒരുപാട് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഹിറ്റ്ലറിൻ്റെ ഇടപെടൽ ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ലോകത്തെ പലരെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ നല്ല ആളുകൾ ഉണ്ടായിട്ടുണ്ട്, ചീത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്, പല തരത്തിലുള്ള സ്വാധീനങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്ത് തന്നെ ആയിരുന്നാലും ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച 100 ആളുകളെ അദ്ദേഹം പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയാണ്. ഈ പ്രത്യേകമായി തിരഞ്ഞെടുത്തതിൽ ഇനിയും ഈ 100 ആളുകളിൽ നിന്ന് മികച്ചവനാര്? ആ കൂട്ടത്തിൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്, ജീസസ് ഉണ്ട്, മോസസ് ഉണ്ട്. ഇവരെല്ലാം ഉണ്ടായിട്ട് പോലും അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഗണിക്കുന്നു മുസ്ലിം അല്ലാത്ത മൈക്കിൾ എച്ച് ഹാർട്ട്. വിശുദ്ധ ഖുർആന്റെ ശക്തനായ വിമർശകനായ മൈക്കിൾ എച്ച് ഹാർട്ട്, വിശുദ്ധ ഖുർആന്റെ ദൈവികതയെ ചോദ്യം ചെയ്യുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന മൈക്കിൾ എച്ച് ഹാർട്ട്, റസൂലുള്ളാഹിന്റെ പ്രവാചകത്വത്തെ വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുന്ന മൈക്കിൾ എച്ച് ഹാർട്ട്.
എന്തുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള പ്രചോദക ഘടകം എന്ത് എന്ന ചോദ്യത്തിന് അദ്ദേഹം തന്നെ നൽകുന്ന മറുപടി, ജീവിതത്തിൻ്റെ A to Z മേഖലയിലും ഇതുപോലെ മാതൃകയായ, ഇതുപോലെ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ചൊരു വ്യക്തിയെ കാണാൻ കഴിഞ്ഞിട്ട് തന്നെയല്ല എന്നാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് മൂപ്പര് പോലും തുറന്ന് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ മാത്രം പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ പ്രവാചകനല്ലേ, നിങ്ങൾക്കെന്തും പറയാം. ഇത് മുസ്ലിങ്ങളുടെ കേവല അവകാശവാദമല്ല. വസ്തുനിഷ്ഠമായി റസൂലുള്ളാഹിനെ വിമർശക ബുദ്ധിയിൽ നിന്ന് തന്നെ നോക്കിക്കാണുന്ന ആളുകൾക്ക് പോലും അംഗീകരിക്കേണ്ടി വരുന്ന ഒരു പരമയാഥാർത്ഥ്യം എന്ന തലത്തിലാണ് ഞാൻ ഈ സംഭവം ഉദ്ധരിച്ചത്. അല്ലാതെ ആ ടീമിലുള്ള ആളുകളൊക്കെ ഉഷാറാണെന്നുള്ള കോലത്തിലല്ല. എൻ്റെ പേര് മുഹമ്മദ് കാസിം. ഞാൻ പാലക്കാട് ജില്ല മണ്ണാർക്കാട് ശാഖയിൽ. കൃത്യനിഷ്ഠത പാലിക്കുന്നതിൽ നബി പറഞ്ഞു എല്ലാവരും കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള നബിയുടെ ചര്യ പിന്തുടരുന്ന നമ്മൾ തന്നെ, നമ്മുടെ പ്രവർത്തകർ ആ കൃത്യനിഷ്ഠത പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് എന്തുകൊണ്ടാണ്? അവർക്കുള്ള അങ്ങനെ വരുന്ന പ്രവർത്തകർക്കുള്ള ഒരു ഉപദേശം എന്താണ്? ഇത് എന്നോടുള്ള ചോദ്യമല്ല, അതിന്ന് വൈകി വന്ന ആളുകളോടുള്ള ചോദ്യമായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുധാവനം ചെയ്യുമ്പോൾ ഈ വിഷയത്തിലാകട്ടെ, ഇപ്പോൾ നമസ്കാരം പഠിപ്പിച്ചപ്പോൾ പോലും ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയബന്ധിതമാണ് വിശ്വാസികൾക്ക് നമസ്കാരം എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി. ഒരുപാട് മാതൃക പ്രവാചക ജീവിതത്തിൽ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉന്നയിച്ച ചോദ്യം ഞാനടക്കമുള്ള നമുക്കെല്ലാം ബാധകമാണ്. കൃത്യനിഷ്ഠതയും അതേപോലെ തന്നെ ആ രംഗത്തുള്ള സമയത്തിൻ്റെ വിലയും അത് നമ്മളെല്ലാം അത് ഗൗരവമായി ഉൾക്കൊള്ളണമെന്ന് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണർത്താൻ. അസ്സലാമു അലൈക്കും. അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു മുസൽമാനെ? എൻ്റെ ഖബറിനെ ആരാധനക്കുള്ള മന്ദിരമാക്കരുതുമ്മത്തി. അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു മുസൽമാനെ? എൻ്റെ ഖബറിനെ ആരാധനക്കുള്ള മന്ദിരമാക്കരുതുമ്മത്തി. അല്ലാഹുവിൻ്റെ കിതാബുമെൻ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കേണം. അല്ലാഹുവിൻ്റെ കിതാബുമെൻ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കേണം. എല്ലാം അറിയുന്ന റബ്ബിനെ മാത്രമേ നിങ്ങൾ വിളിച്ചു തേടിടാവൂ. എല്ലാം അറിയുന്ന റബ്ബിനെ മാത്രമേ നിങ്ങൾ വിളിച്ച് തേടിടാവൂ. അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു മുസൽമാനെ? എൻ്റെ ഖബറിനെ ആരാധനക്കുള്ള മന്ദിരമാക്കരുതുമ്മത്തി. ദീനിൽ പുതുതായിട്ടൊന്നും നീ ചേർക്കല്ലേ, ദീന് ഞാൻ പൂർത്തിയാക്കി തന്നു. ദീനിൽ പുതുതായിട്ടൊന്നും നീ ചേർക്കല്ലേ, ദീന് ഞാൻ പൂർത്തിയാക്കി തന്നു. ഞാനും സ്വഹാബത്തും ചെയ്യാത്തൊരാചാരം പാടില്ല പുണ്യ മുസൽമാനെ. ഞാനും സ്വഹാബത്തും ചെയ്യാത്തൊരാചാരം പാടില്ല പുണ്യ മുസൽമാനെ. അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു മുസൽമാനെ? എൻ്റെ ഖബറിനെ ആരാധനക്കുള്ള മന്ദിരമാക്കരുതുമ്മത്തി. നരകാഗ്നിയിൽ നിന്നും നിൻ തടി കാത്തോളൂ എന്നുടെ പൊന്നുമോൾ ഫാത്തിമ്മ.
നരകാഗ്നിയിൽ നിന്നും നിൻ തടി കാത്തോളൂ എന്നുടെ പൊന്നുമോൾ ഫാത്തിമ്മ. നിന്നെ നരകത്തിൽ നിന്നും രക്ഷിക്കുവാൻ എന്നാൽ കഴിയില്ല ഫാത്തിമ്മ. നിന്നെ നരകത്തിൽ നിന്നും രക്ഷിക്കുവാൻ എന്നാൽ കഴിയില്ല ഫാത്തിമ്മ. അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു മുസൽമാനെ? എൻ്റെ ഖബറിനെ ആരാധനക്കുള്ള മന്ദിരമാക്കരുതുമ്മത്തി. അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു മുസൽമാനെ? എൻ്റെ ഖബറിനെ ആരാധനക്കുള്ള മന്ദിരമാക്കരുതുമ്മത്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠന പ്രചാരണ പരിപാടിയോടനുബന്ധിച്ച് സ്നേഹസംവാദം മാസിക സംഘടിപ്പിച്ച പഠന മത്സരത്തിൽ പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായവർക്കുള്ള സമ്മാന വിതരണമാണ് ഇനി നടക്കുന്നത്. സമ്മാന വിതരണം നടത്തുന്നത് പീസ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ ട്രഷറർ MK സിറാജാണ്. ബാലചന്ദ്രൻ KP അരക്കിണർ, ഗിരീഷ് AP മലപ്പുറം, ഗീത PV കോഴിക്കോട്, ബിന്ദു AT വയനാട്, സ്റ്റെഫിൻ സ്റ്റീഫൻ കോട്ടയം, വിപിൻ P പാലക്കാട്, ലീല കോഴിക്കോട്, രേഷ്മ VP മലപ്പുറം, റിയാസ് K അബ്ബാസ് എറണാകുളം, ഹാഷിർ KV വയനാട്, റോബിൻ അബിൽ എറണാകുളം, VA ഫൈസൽ എറണാകുളം, മുഹമ്മദ് ബഷീർ PA എറണാകുളം, അജ്നവാസ് കോഴിക്കോട്, ജഫീഷ് J ആലപ്പുഴ, നിയാസ് മുഹമ്മദ് ആലപ്പുഴ, ഷഫീഖ് അബ്ദുൽ ഗഫൂർ എറണാകുളം, റിയാസ് EA എറണാകുളം, നദീർ കോഴിക്കോട്, സൽഫിയ കോഴിക്കോട്, അബുസാലി ആയൂർ, നഹിദ ബീഗം ആലപ്പുഴ, അസ്ലം PK എറണാകുളം, ഫഹദ് K തൃശൂർ, സുഹ്റാബി KK വയനാട്, സുമയ്യ റഹ്മത്ത് എറണാകുളം, റൻഷിദ KS എറണാകുളം, അഫ്സൽ M എറണാകുളം, നെയ്മ കോഴിക്കോട്, ഷബ്ന AK തൃശൂർ, അഖില M കൊല്ലം, ആയിഷ BV മുഹമ്മദ് കാസർഗോഡ്,
സുഹൈൽ മുക്കം. അസ്സലാമു അലൈക്കും. നമ്മുടെ രണ്ടാമത്തെ സെഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, പ്രവാചകനെ പല രൂപത്തിൽ ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കല്ലെറിഞ്ഞിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, പ്രവാചകൻ നടക്കുന്ന വഴിയിൽ മാലിന്യങ്ങളും മറ്റ് തടസ്സങ്ങളും നിക്ഷേപിച്ചവരുണ്ട്. എന്നാൽ പ്രവാചകൻ്റെ കഴുത്തിൽ വസ്ത്രമിട്ട് മുറുക്കിയ ഒരു യഹൂദി, സഅദ് ബിനു സാനയാണ് ശരിയായ ഉത്തരം. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തിനുള്ള ഗിഫ്റ്റ് നമ്മൾ അടുത്ത ചോദ്യത്തിൻ്റെ കൂടെ കൊടുക്കുന്നതായിരിക്കും. അടുത്ത ചോദ്യം സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് ഉത്തരം വരേണ്ടത്. നമ്മൾ ഈ സമ്മാനം ഇപ്പോൾ കൊടുക്കുകയാണ്. സഅദ് ബിൻ സാന എന്നുത്തരം പറഞ്ഞ സഹോദരനുള്ള സമ്മാനം നൽകുകയാണ്. പ്രവാചകൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പല രൂപത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ്റെ കൂടെ ജീവിച്ചവരും പ്രവാചകൻ്റെ ശേഷം ജീവിച്ചവരും അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകനേക്കാൾ മികച്ച സ്വഭാവക്കാരനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ്? സഫിയ റളിയല്ലാഹു അൻഹു. ഉത്തരം വളരെ ശരിയാണ്. നേരത്തെ അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹു എന്നാരോ പറഞ്ഞു, പക്ഷേ ഈ ഒരു വാക്യം പറഞ്ഞത് സഫിയ റളിയല്ലാഹു അൻഹയാണ്. അവർക്കുള്ള സമ്മാനം അവിടെ എത്തുന്നതാണ്. അടുത്ത ചോദ്യം അമുസ്ലിങ്ങളായ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് പ്രവാചക പത്നി ഐഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. എന്തായിരുന്നു ആ മറുപടി? അമുസ്ലിങ്ങളായ ആളുകളാണ് പറയുന്നത്. അതെ, ഉത്തരം വളരെ ശരിയാണ്. നമ്മുടെ ചേട്ടൻ പറഞ്ഞത് ചാത്തൻകുട്ടി കൊട്ടപ്പുറം. ഉത്തരം പറഞ്ഞോളൂ. അവർ വിശുദ്ധ ഖുർആൻ. അതെ, കാന ഖുലുഖുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനാണ് പ്രവാചകൻ്റെ സ്വഭാവം എന്നാണ് പറഞ്ഞത്. സ്വന്തം കാര്യത്തിൽ കളവ് പറയാത്തവൻ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ കളവ് പറയില്ല. ഇത് പ്രവാചകനെക്കുറിച്ചുള്ള ഒരാളുടെ സാക്ഷ്യപത്രമാണ്. ആരുടെ സാക്ഷ്യപത്രമാണിത്? ഹിർക്കൽ ചക്രവർത്തിയുടെ പ്രവാചകനെക്കുറിച്ചുള്ള സാക്ഷ്യപത്രമാണ് ഇത്. അദ്ദേഹത്തിനുള്ള സമ്മാനം അവിടെ വിതരണം ചെയ്യുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ബദറിൻ്റെ ണാങ്കണ ധ്വനി മുഴങ്ങി, നബിയും സ്വഹാബത്തും പടക്കൊരുങ്ങി. നബി തൻ സഹചരെ അണിയായി നിർത്തി, അണിയിൽ സവാദിനും ഒരൽപ്പം തെറ്റി. ദൂതർ തിരു കയ്യിൽ ഇരിക്കും ദണ്ഡാൽ പതിയെ സവാദിൻ്റെ വയറ്റിൽ തട്ടി. ഒരുമിച്ചുടൻ നിൽക്കാൻ അമർ ഓതുന്നേ, ഉടനെ സവാദൽപ്പം ചൊടിച്ചു നിന്നേ. നബിയെ വിളിച്ചു
ചിരിച്ചും കൊണ്ടതാ ചൊല്ലുന്നേ നേശരനെ സങ്കടവും കേൾക്കന്നേ ദണ്ഡാലിതാ അങ്ങൻ വയറ്റിൽ കുത്തി ഉണ്ടായതിനാലൻ മനസ്സും കത്തി വേണം എനിക്കും ആ നെഞ്ചിൻ താഴത്ത് വടിയാൽ തര വേണം ഒരൊറ്റ കുത്ത് ഉടനെ നബിയുള്ള മുഖം കുനിച്ച് വടിയും സവാദിൻ്റെ കരത്തിൽ വച്ചേ വീണ്ടും സവാദപ്പോൾ മൊഴിഞ്ഞ കാര്യം വിളറി അടുത്തുള്ളോർ ശ്രവിച്ച് പാരം ഇല്ല എന്നെ ദേഹത്തൊരു കുപ്പായം അങ്ങും കയറ്റേണം തിരുക്കുപ്പായം കേട്ട സ്വഹാബാക്കൾ തരിച്ചു നിന്നേ കേമൻ ഉമറിൻ്റെ മുഖം ചുവന്നേ സതതം നബിയുള്ള കമീസേ കേറ്റി സകലർ അതു കണ്ട് ചുളിച്ചു നെറ്റി കരമിലെ വടിയപ്പോൾ നിലത്തെറിഞ്ഞ് ഇരു കൺതടങ്ങളിൽ ജലം നിറഞ്ഞ് ധൃതിയിൽ തിരുനെഞ്ചിൽ മുഖവും ചേർത്ത് കൊതിയാൽ മണത്ത് നേശമിൽ ഊരത്ത് ബദറിൽ ഒരു പക്ഷേ ഷഹീദാം ഞാനേ കൊതിയുണ്ടുമേ ദേഹം മണക്കാൻ തേനേ അപരാധമാണെങ്കിൽ പൊറുക്കുമുത്തേ അതിനാലുടൻ ശിക്ഷ വിധിക്കൂ സത്തേ ഒളിവർ നബിയുള്ള കരമുയർത്തി ഒന്നായി സവാദിനെ അണച്ചു കൂട്ടി ഒളിവർ നബിയുള്ള കരമുയർത്തി ഒന്നായി സവാദിനെ അണച്ചു കൂട്ടി. അസ്സലാമു അലൈക്കും. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേരുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാകണം കുടുംബം. സംതൃപ്തമായ കുടുംബജീവിതം എങ്ങനെയായിരിക്കണമെന്നതിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നല്ല മാതൃകകളൊന്നും തന്നെ ചരിത്രത്തിലില്ല. ഒരേ സമയം 9 സ്ത്രീകളുടെ ഇണയായി ജീവിക്കുകയും അവരിൽ ഒരാൾക്ക് പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭർത്തൃ ജീവിതത്തെപ്പറ്റി മോശമായ യാതൊന്നും പറയാനുണ്ടായിരുന്നില്ല. തൻ്റെ ഇണകളെയെല്ലാം സ്നേഹിച്ചും നീതിയോടുകൂടി അവരോട് പെരുമാറിയും അവരുടെ മേൽ കാരുണ്യവർഷം ചൊരിഞ്ഞും കൊണ്ട് അവർക്കെല്ലാം അദ്ദേഹം സംതൃപ്തി പ്രദാനം ചെയ്തു. ഇണകൾ എങ്ങനെയാകണമെന്നും ഇണകളോട് എങ്ങനെ പെരുമാറണമെന്നും സ്വന്തം ജീവിതത്തെ മാതൃകയാക്കി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ പഠിപ്പിച്ചു. മാതൃകാ കുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഷെരീഫ് മേലേതിൽ സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ മുഅ്മിനുൽ ജബ്ബാർ അൽ മുഹൈമിനുൽ ഗഫാർ ഗാഫിർ ദംബ വഖാബിൽ തൗബ ലഹുൽ കിതാബ് ഇലൈഹിൽ ഇയാബ് വഅലൈഹിൽ ഹിസാബ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു
അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹിസ് സമീൽ അലീം മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. സമാദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവശക്തനും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ നമ്മിൽ വർഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനവരിൽ മഹോന്നതൻ എന്ന തലക്കെട്ടിൽ മാസങ്ങളോളമായി സ്നേഹസംവാദം മാസിക സംഘടിപ്പിച്ച പഠന പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ജാതിമത ഭേദമന്യേ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കൃത്യമായ പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി വ്യക്തമായി സമർപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടെയാണ് ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും മാതൃകയായി വർത്തിച്ച വ്യക്തിയാണെന്നും ജീവിതത്തിൻ്റെ ഏത് രംഗങ്ങളിൽ മാതൃക തേടുന്ന ആളുകളും വ്യക്തിജീവിതമായാലും കുടുംബജീവിതമായാലും ദാമ്പത്യ ജീവിതമായാലും സാമൂഹ്യ ക്രയവിക്രയങ്ങളായിരുന്നാലും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും മാനുഷികമായ, മാനവികമായ, പ്രായോഗികമായ, നന്മയിലധിഷ്ഠിതമായ മാതൃക തേടുന്ന ആളുകൾ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ പഠിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ അടുത്തറിയാനുള്ള ശ്രമം നടത്തണമെന്നാണ് ഈ പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ സ്നേഹസംവാദം മാസിക കേരളത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കുടുംബം എന്ന് പറയുന്ന സ്ഥാപനം തകരേണ്ടതാണ് എന്നും തകർക്കപ്പെടേണ്ടതാണ് എന്നും ചിന്തിക്കുന്ന ആളുകളുള്ള ഒരു നാട്ടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അടുത്ത കാലഘട്ടങ്ങളിൽ മലയാളത്തിൽ കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ മലയാളത്തിൽ ഇറങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ പരിശോധിച്ചാൽ ഗൗരവ വായനയ്ക്ക് വേണ്ടി മലയാളത്തിൽ നാം സമീപിക്കുന്ന പ്രസിദ്ധീകരണങ്ങളെല്ലാം നിശബ്ദമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം, നിഗൂഢമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സമൂഹത്തിൽ നിലനിൽക്കുന്ന കുടുംബ സംവിധാനങ്ങളെ തകർത്ത് കളയുക എന്നതാണ്. മാതാവായും പിതാവായും മക്കളായും പേരമക്കളായും കുടുംബമായി ജീവിക്കുക എന്നത് അതൊരു പഴഞ്ചൻ ഏർപ്പാടാണെന്നും പരിഷ്കൃതമായ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു രീതിയുടെ ആവശ്യമില്ലെന്നും സ്വതന്ത്രമായി ജീവിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ലക്ഷ്യമെന്നും മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമായ സ്വതന്ത്ര ലൈംഗികതയ്ക്ക് പലപ്പോഴും കുടുംബം തടസ്സം നിൽക്കുന്നു എന്നുമുള്ള
ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കുടുംബത്തിൻ്റെ അടിക്കല്ലിളക്കി തകർക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ വ്യാപകമായി നിരന്തരമായി നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുടുംബമെന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് തരത്തിലുള്ള മാതൃകയാണ്, ഏത് രീതിയിലുള്ള മാർഗദർശനമാണ് നമ്മുടെ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നത് വലിയ വായനക്കും അന്വേഷണങ്ങൾക്കും ഗൗരവത്തോടു കൂടിയുള്ള പഠനങ്ങൾക്കും ചിന്തകൾക്കും വിധേയമാക്കപ്പെടേണ്ടുന്ന വിഷയമാണ്. നമുക്കറിയാം, അതിവിപ്ലവകരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ലോകത്ത് കടന്നു വന്ന മഹാന്മാർ പലരുമുണ്ട്. പലപ്പോഴും അവർ ശ്രദ്ധിക്കപ്പെട്ടതും അവർ ചർച്ച ചെയ്യപ്പെട്ടതും ലോകം അവരെ ഉറ്റുനോക്കിയതും ലോകത്തിൻ്റെ മുമ്പിൽ അവരെ ഉയർത്തിയ സുന്ദരമായ അതിസുന്ദരമായ മുദ്രാവാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. പക്ഷേ മഹാന്മാർ എന്ന നിലയ്ക്ക് ലോകത്ത് മനുഷ്യരുടെ ചരിത്രത്തിൽ നാം പരിചയപ്പെടുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷവും അവരുടെ വ്യക്തിജീവിതം എന്താണെന്നോ അവരുടെ കുടുംബജീവിതം എന്താണെന്നോ അവരുടെ ദാമ്പത്യ ജീവിതം എന്താണെന്നോ ലോകത്തിനറിയില്ല എന്നതാണ് സത്യം. ലോകത്തെ നയിക്കാനും ലോകത്തിന് മുഴുവൻ മാർഗം കാണിക്കാനും മാർഗദർശനം കാണിക്കാനും വഴി കാണിക്കാനും ലോകത്തിൻ്റെ മുമ്പിൽ തങ്ങളുടെ ബുദ്ധികളിൽ നിന്ന് ഉണ്ടായ ദർശനങ്ങളുമായി കടന്നു വന്ന മഹാമനീഷികൾ, വലിയ വലിയ ബുദ്ധിജീവികൾ, അവർ സുന്ദരമായ വിപ്ലവകരമായ ആശയങ്ങളും ദർശനങ്ങളും മുദ്രാവാക്യങ്ങളും നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ അതിസുന്ദരമായ വിപ്ലവ മുദ്രാവാക്യങ്ങൾ മുഴക്കി കടന്നു വന്ന മഹാരഥന്മാർ അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച്, അവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്, അവരും അവരുടെ മക്കളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച്, അവരും അവരുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളും തമ്മിലുണ്ടായിരുന്ന ഇടപാടുകളെക്കുറിച്ചും ക്രയവിക്രയങ്ങളെക്കുറിച്ചും സഹവാസങ്ങളെപ്പറ്റിയും പലപ്പോഴും അവരുടെ ചരിത്രം നിശബ്ദത പാലിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മഹാന്മാരുടെ കൂട്ടത്തിൽ ലോകത്തുള്ള അനേകായിരം ചരിത്രത്തിൽ ഇന്നലകളിൽ കടന്നുപോയ അനേകായിരം മഹാരഥന്മാരുടെ കൂട്ടത്തിൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വേറിട്ടു നിൽക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ സുപ്രധാനമായൊരു ഉത്തരം തൻ്റെ കുടുംബജീവിതം കൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറിട്ടു നിൽക്കുന്നു എന്നത് തന്നെയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതം വളരെ കൃത്യമായി കലർപ്പില്ലാതെ രേഖപ്പെടുത്തപ്പെട്ടു എന്നത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് ശത്രുക്കളും മിത്രങ്ങളുമായ ആക്ഷേപിക്കുന്നവരും ആരോപണം ഉന്നയിക്കുന്നവരും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും തമസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരും എല്ലാമുള്ള ലോകത്തിൻ്റെ മുമ്പിൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെയുള്ള ഒരു പ്രവാചകന്റെ കുടുംബജീവിതം വളരെ കൃത്യമായി ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ വരച്ചു വെക്കുകയും കാണിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തിട്ട് ലോകത്തോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. തീർച്ചയായും ലോകത്ത് ഒരു നല്ല കുടുംബമായി ജീവിക്കണമെന്ന് ആരാഗ്രഹിച്ചാലും, ഒരു നല്ല ദാമ്പത്യ ബന്ധം ആരാഗ്രഹിച്ചാലും, മാതാപിതാക്കളും മക്കളും തമ്മിൽ നല്ല ബന്ധം നിലനിൽക്കുന്ന ഒരു നല്ല കുടുംബത്തെ ആര് സ്വപ്നം കണ്ടാലും അവർക്ക് മാതൃകയായി സ്വീകരിക്കാനുള്ളത്, അവർക്കതിനുള്ള മാർഗദർശനമായി കാണാനുള്ളത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇത് കേവലമായ ഒരു പ്രഖ്യാപനം എന്നതിലുപരിയായി, പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു അവകാശവാദം എന്നതിലുപരിയായി ഒരു ഭാഗത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ പരിചയപ്പെടുത്തുകയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതത്തെ ഇസ്ലാം പ്രമാണങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത മഹാരഥന്മാർ നമുക്കറിയാം. ലോകത്ത് അനേകം ആളുകളുടെ പേരുകൾ പലപ്പോഴും ആ ദർശനങ്ങളുടെ ആ മഹാന്മാരുടെ പിൻഗാമികളാണെന്നോ വക്താക്കളാണെന്നോ ലോകത്തറിയപ്പെടുന്ന ആളുകൾ ഞങ്ങളുടെ ആചാര്യന്മാരുടെയോ നേതാക്കന്മാരുടെയോ മഹാരഥന്മാരുടെയോ മാർഗദർശികളുടെയോ വ്യക്തിജീവിതത്തെയോ കുടുംബജീവിതത്തെയോ ദാമ്പത്യ ജീവിതത്തെയോ അനുധാവനം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് നമ്മോട് അവകാശപ്പെടാറില്ല. ഗാന്ധിജി മഹത്വമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു ഗാന്ധിയനും ലോകത്തോട് അവകാശപ്പെടില്ല ഗാന്ധിജിയുടെ വ്യക്തിജീവിതമാണ് ലോകത്തിന് മാതൃകയുള്ള ഉത്തമമായ കുടുംബജീവിതത്തിന്, ഉത്തമമായ ദാമ്പത്യ ജീവിതത്തിന് ഗാന്ധിജിയുടെ ജീവിതത്തിലേക്കാണ് നോക്കേണ്ടതെന്ന് ഗാന്ധിയന്മാർ ലോകത്തോട് ആവശ്യപ്പെടില്ല. മാർക്സാണ് ശരിയെന്നും
മാർക്സിസമാണ് സത്യമെന്നും ലോകത്തോട് ഊർജ്ജസ്വലതയോടെ ആർജവത്തോടുകൂടെ വിളിച്ചു പറയാൻ അനേകം ആളുകളെ നമുക്ക് നമ്മുടെ ലോകത്ത് കണ്ടുമുട്ടാൻ സാധിക്കും. പക്ഷേ മാർക്സിന്റെ വ്യക്തി ജീവിതമാണ്, മാർക്സിന്റെ കുടുംബ ജീവിതമാണ്, മാർക്സിന്റെ ദാമ്പത്യ ജീവിതമാണ് ആധുനിക ലോകത്തെ മനുഷ്യന്റെ കുടുംബ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ പരിഹാരമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്സിന്റെ കുടുംബ ജീവിതത്തിലേക്ക് ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു മാർക്സിസ്റ്റുകാരനും ഒരാളെയും മാർക്സിന്റെ ദാമ്പത്യ കുടുംബ വ്യക്തി ജീവിതത്തിലേക്ക് ക്ഷണിക്കാറില്ല. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് മഹാരഥന്മാർ അനേകമുണ്ട് നമ്മുടെ ലോകത്ത്. ഇന്നലകളിൽ ചരിത്രത്തിന്റെ താളുകളിൽ വിപ്ലവം കാണിച്ച് വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിച്ച് ചരിത്രത്തിന്റെ ഇന്നലകളിൽ തങ്ങളുടെ കാൽപാദങ്ങൾ ആഴത്തിൽ താഴ്ത്തി അടയാളങ്ങൾ വെച്ച് കടന്നുപോയ ആളുകൾ അവരെല്ലാം സ്മരിക്കപ്പെടുന്നത് അവരുടെ ദർശനങ്ങളിലൂടെയാണ്, അവരുടെ മുദ്രാവാക്യങ്ങളിലൂടെയാണ്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മാതൃകയാണ് എന്ന് പറയുമ്പോൾ പിതാവെന്ന നിലക്ക് ലോകത്തോട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ലോകത്തുള്ള പിതാക്കന്മാർക്ക് മാതൃക മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു നല്ല പിതാവായി, മക്കളോട് നല്ല ബന്ധം പുലർത്തുന്ന നല്ല പിതാവായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു പിതാവും ലോകത്ത് മുഹമ്മദ് നബിയെ പഠിക്കണം, മുഹമ്മദ് നബിയെ പിൻപറ്റണം, മുഹമ്മദ് നബിയെ അനുധാവനം ചെയ്യണം, മുഹമ്മദ് നബിയുടെ ജീവിത മാതൃകയെ തൻ്റെ ജീവിതത്തിൽ മാർഗദർശനമായി സ്വീകരിക്കണം. ലോകത്ത് ഏതൊരാളും നല്ല ഭർത്താവാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, തൻ്റെ ഭാര്യയോട് തൻ്റെ ഇണയോട് നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദാമ്പത്യ ജീവിതം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആരാഗ്രഹിക്കുന്നുവെങ്കിലും അവർക്ക് മുമ്പിൽ, ലോകത്തുള്ള മനുഷ്യന്റെ മുമ്പിൽ ഒരു മാതൃക മാത്രമാണുള്ളത്. അത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. ലോകത്തൊരു മഹാന്മാരും കടന്നു വന്ന്, ഒരു മഹാന്മാരുടെ അനുയായികളും കടന്നു വന്ന് ലോകത്തോട് അവകാശപ്പെടാറില്ല നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ സുന്ദരമായ മാതൃക ഇതാ ഇന്ന വ്യക്തിത്വത്തിലാണ്, അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തിലാണ് എന്ന് ലോകത്തോട് അവകാശപ്പെടാറില്ല. നമുക്ക് നല്ല കുടുംബമാകണമെന്ന് അഭിപ്രായം നമുക്കെല്ലാവർക്കുമുണ്ട്. എൻ്റെ കുടുംബം നന്നാകണമെന്ന്, എൻ്റെ കുടുംബം മാതൃകാ കുടുംബമായി മാറണമെന്ന്, എൻ്റെ കുടുംബം മനസ്സമാധാനമുള്ള കുടുംബമായി മാറണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ നമ്മളുടെ കൂട്ടത്തിലില്ല. നല്ല കുടുംബത്തിന് അത്യുത്തമമായ മാതൃക ലോകത്തിൻ്റെ ചരിത്രത്തിൽ, മനുഷ്യരുടെ ചരിത്രത്തിൽ എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ ആത്മീയ ദർശനങ്ങളാകട്ടെ, ഭൗതിക ദർശനങ്ങളാകട്ടെ, ലോകത്ത് അറേബ്യൻ നാടുകളിൽ കടന്നു വന്നവരാകട്ടെ, പാശ്ചാത്യ ലോകത്ത് കടന്നു വന്നവരാകട്ടെ, പൗരസ്ത്യ ലോകങ്ങളിൽ കടന്നു വന്നവരാകട്ടെ, ലോകത്തിൻ്റെ ഏതേത് ദിക്കുകളിൽ, ഏതേത് മേഖലകളിൽ, ഭാഗങ്ങളിൽ, ഇന്നലകളിൽ ജനിച്ച് ജീവിച്ച് കടന്നുപോയി ചരിത്രത്തിന്റെ സുവർണതാളുകളിൽ രേഖപ്പെടുത്തപ്പെട്ട വ്യക്തിത്വങ്ങളാകട്ടെ, നല്ല കുടുംബമാണ് എനിക്കുണ്ടാകേണ്ടത് എന്ന് ആഗ്രഹിക്കുന്നവന്റെ മുമ്പിലേക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കാൻ ആരുടെ ജീവിതമാണ് ലോകത്ത് ചരിത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ മഹാരഥന്മാരുടെ കൂട്ടത്തിൽ ആരുടെ ജീവിതമാണുള്ളതെന്ന് സത്യസന്ധമായി ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നിന്ന് പരിശോധിക്കാനും ചിന്തിക്കാനുമുള്ള സന്മനസ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവിടെ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ഒരു ഉത്തരം മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നതെങ്കിൽ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, കേരളമേ, മലയാളികളെ, ഇതാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തി ജീവിതത്തെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബ ജീവിതത്തെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ദാമ്പത്യ ജീവിതത്തെ, അല്ലാഹുവിന്റെ പ്രവാചകനും അവിടുത്തെ മക്കളും തമ്മിലുള്ള ബന്ധങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകനും അവിടുത്തെ ബന്ധുക്കളും തമ്മിലുള്ള ജീവിതത്തിലെ സഹവാസങ്ങളെ, സമീപനങ്ങളെ, നിലപാടുകളെ ഇതാ മലയാളികളുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പരിശോധിക്കണം നാം, ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം നാം, ആലോചിച്ച നിലപാടുകൾ സ്വീകരിക്കണം നാം. നമുക്ക് ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ, മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുടെ എല്ലാം അടിത്തറകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മനുഷ്യരെന്ന നിലയ്ക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് മനുഷ്യർക്ക് ഇവിടെ കുടുംബമായി ഓരോ കുടുംബവും സമൂഹത്തിലെ അടിസ്ഥാന യൂണിറ്റുകൾ എന്ന നിലയ്ക്ക് മനസ്സമാധാനത്തോടെ, മനപ്പൊരുത്തത്തോടെ, മനുഷ്യർക്ക് മാതൃകയോടുകൂടെ ജീവിക്കുന്ന നല്ല കുടുംബങ്ങളായി മാറണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനു മാതൃക ലോകത്തിന്റെ ചരിത്രത്തിൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണുള്ളത്. കുടുംബത്തെ അടിസ്ഥാനപരമായി ബന്ധപ്പെടുത്തുന്നത് രണ്ട് വികാരങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ 30-ാം അധ്യായം സൂറത്തുർ റൂമിൽ 21-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ മാതൃകയാണ് പരിശുദ്ധ ഖുർആൻ. വലിയ മാതൃകയായി, ചിന്തിക്കുന്ന ആളുകൾക്കുള്ള വലിയ ദൃഷ്ടാന്തമായി
ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. വമിനായാതിഹി, മനുഷ്യനെ സൃഷ്ടിച്ച രക്ഷിതാവ് മനുഷ്യനെ പഠിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അൻഖലകലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ ഉണ്ടാക്കി തന്നു എന്നത്. ഇണകൾ ഉണ്ടായി എന്നത് മാത്രമല്ല, ജീവിതത്തിന്റെ പരസ്പരം പരിചയം പോലുമില്ലാത്ത രണ്ടറ്റങ്ങളിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ഭാര്യയായും ഭർത്താവായും ജീവിതത്തിന്റെ ഒരു പുതിയ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ആ രണ്ട് വ്യക്തികൾ തമ്മിൽ അവരുടെ ശരീരങ്ങൾ മാത്രമല്ല, അവരുടെ മനസ്സുകൾ തമ്മിൽ പങ്കുവെക്കുന്ന വികാരങ്ങളിൽ സുപ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മവദ്ദത്തും റഹ്മത്തുമാണ്, കാരുണ്യവും സ്നേഹവുമാണ്. ആ കാരുണ്യത്തിൽ അധിഷ്ഠിതമായ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ കുടുംബജീവിതമാണ് ലോകത്തുണ്ടാവേണ്ടത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും പരസ്പരം ഉണ്ടാകേണ്ടുന്ന കുടുംബം നല്ല രൂപത്തിൽ നിലനിൽക്കാൻ ആവശ്യമായ അടിസ്ഥാന വികാരങ്ങൾ എന്ന് പറയുന്നത് മവദ്ദത്തും റഹ്മത്തുമാണ്, സ്നേഹവും കാരുണ്യവുമാണ്. ആ സ്നേഹത്തെ പറഞ്ഞ്, ആ കാരുണ്യത്തെ പറഞ്ഞ് അതാണ് മാതൃകാ കുടുംബമെന്ന് പരിചയപ്പെടുത്തുക മാത്രമല്ല പരിശുദ്ധ ഖുർആൻ ചെയ്തത്. ഇതാ മവദ്ദത്തും റഹ്മത്തുമുള്ള, പരസ്പര കാരുണ്യത്തോടെ സ്നേഹത്തോടെ മാതൃകായോഗ്യരായി ജീവിതം നയിച്ച ദമ്പതിമാരെ പരിശുദ്ധ ഖുർആനിന്റെ അനുയായികളുടെ കൂട്ടത്തിൽ നിങ്ങൾ കണ്ടുമുട്ടണേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം പരിശുദ്ധ ഖുർആൻ കൈചൂണ്ടുന്നത് തീർച്ചയായും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അതിലും നിങ്ങൾക്കുള്ള ഉത്തമ മാതൃക. ആ വിഷയത്തിലും മനുഷ്യലോകത്തിന് മുഴുവനുമുള്ള ഉന്നതമായ മാതൃക മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ഇണകൾ കടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു അതോരോന്നും വളരെ വിശദമായി പരാമർശിക്കപ്പെടേണ്ടതും വളരെ വിപുലമായ ആഴത്തിലുള്ള പഠനങ്ങൾ നടക്കേണ്ടതുമായ വിഷയങ്ങളാണ്. തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവാചകനാകുന്നതിന് മുമ്പ് കടന്നു വന്ന ഇണകളിൽ ആദ്യത്തേത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. പുരുഷാധിപത്യ മനോഭാവം വെച്ചുകൊണ്ട് നാം ചിന്തിച്ചാൽ, ആധുനിക ലൈംഗിക മനസ്സ് വെച്ചുകൊണ്ട് നാം ആലോചിച്ചാൽ നമുക്കൊരിക്കലും അംഗീകരിക്കാനാവാത്ത, നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത, നമുക്ക് സങ്കല്പിക്കാനാവാത്ത ഒരു വിവാഹമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആദ്യം നടക്കുന്നത്. അവിടുത്തെ 25-ാമത്തെ വയസ്സിൽ തന്നെക്കാൾ 10-15 വയസ്സ് പ്രായ കൂടുതലുള്ള ഖദീജ എന്ന് പറയുന്ന മക്കയിലെ കുലീനയെ തന്റെ ഭാര്യയായി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അന്നത്തെ മക്കയുടെ മണ്ണും മനസ്സും ദമ്പതിമാരെ സ്വീകരിക്കുന്നതിൽ, ഒരു പുരുഷൻ പെണ്ണിനെ സ്വീകരിക്കുന്നതിൽ, ഒരു പുരുഷൻ വിവാഹം കഴിക്കുന്നതിൽ അന്നത്തെ സമൂഹത്തിന്റെ മക്കയുടെ മനസ്ഥിതി എന്തായിരുന്നു എന്ന ധാരണയോടുകൂടെ വേണം മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹത്തെ പരിശോധിക്കാൻ. ദമ്പതിമാരെ സ്വീകരിക്കുന്നിടത്ത്, ഇണയെ സ്വീകരിക്കുന്നിടത്ത്, കല്യാണം കഴിക്കുന്നിടത്ത്, വിവാഹം കഴിക്കുന്നിടത്ത് സ്ത്രീകളുടെ എണ്ണത്തിൽ പരിമിതികളില്ലെന്നത് എത്രയും സ്ത്രീകൾ തൻ്റെ ജീവിതത്തിൽ തൻ്റെ സഖികളായി, തൻ്റെ ഇണകളായി കടന്നു വരാമെന്നത് ഒരു പ്രശ്നമായി കാണാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. അവിടെ 25 വയസ്സുള്ള ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം, മക്കയിലെ 25 വയസ്സുള്ള നല്ല തറവാട്ടിൽ പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏത് സ്ത്രീയും ലഭ്യമാകുമായിരുന്നു. ഏതൊരു സ്ത്രീയെയും അദ്ദേഹത്തിന് വേണമെങ്കിൽ വിവാഹം കഴിക്കാമായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇണയായി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ ദമ്പതിമാർ തമ്മിൽ ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുന്ന മവദ്ദത്തും റഹ്മത്തും ഖദീജ ബീവിയുമായുള്ള തൻ്റെ ദാമ്പത്യ ബന്ധത്തിൽ ലോകത്തെ മുഴുവൻ കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്താണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുമ്പിൽ ഭാര്യയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ പത്നിയും ഭാര്യയായും ഭർത്താവായും ജീവിച്ചതെന്ന് ചരിത്രം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇരുട്ടുകൊണ്ട് മൂടാനുള്ള ആസൂത്രിതമായ നിരന്തരമായ ശ്രമങ്ങൾ ചരിത്രത്തിൽ എമ്പാടും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചില കാര്യങ്ങൾ തുറന്ന് നമ്മുടെ നാടിനോട്, നാട്ടിലുള്ള സന്മനസ്സുള്ള മുഴുവൻ സഹോദരങ്ങളോടും നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, പരസ്പര സഹകരണത്തിന്റെ,
പരസ്പര സംതൃപ്തിയുടെ ദാമ്പത്യ ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖദീജ ബീവിയുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ മാനസികമായ അടുപ്പവും ബന്ധവുമാണ് ഖദീജ ബീവിയോട് കാണിച്ചത്. ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതിന് ശേഷവും ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയായിരുന്ന ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ആയിഷയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ എനിക്ക് അസൂയ തോന്നി എന്ന് പറഞ്ഞ സന്ദർഭങ്ങൾ ചരിത്രത്തിൽ കടന്നു പോയിട്ടുണ്ട്. അതെപ്പോഴാണ് ഖദീജയോട് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അസൂയ തോന്നിയതെന്നോ, ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതിന് ശേഷം ആമുൽ ഹുസ്ൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ദുഃഖവർഷമെന്നാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അനാഥനായി ജനിച്ച് അനാഥനായി വളർന്ന് അനാഥത്തിൽ നിന്ന് പ്രയാസങ്ങളിലേക്ക് യാത്ര ചെയ്ത് കടന്നു പോന്ന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടതും കല്ലെറിയപ്പെട്ടതും ബഹിഷ്കരിക്കപ്പെട്ടതും നാടുകടത്തപ്പെട്ടതും യുദ്ധങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നതും അടക്കം തൻ്റെ ജീവിതത്തിൽ വളരെ വലിയ പ്രതിസന്ധികളെ, വളരെ വലിയ ദുരന്തങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉഹദ് യുദ്ധം നടന്ന വർഷമല്ല, ബദർ യുദ്ധം നടന്ന വർഷമല്ല, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീട്ടിൽ നിന്നും പറന്ന നാട്ടിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ദിവസമല്ല. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബക്കാരും ബന്ധുക്കളും തന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച് ത്വായിഫിലേക്ക് കടന്നു ചെന്ന് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അങ്ങാടി പിള്ളേരെ വിട്ട് കല്ലെറിഞ്ഞ് ആട്ടിയോടിച്ച ദിവസമല്ല മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ദുഃഖവർഷമെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ദുഃഖവർഷമെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഖദീജ റളിയല്ലാഹു അൻഹയും അവിടുത്തെ പിതൃവിനും മരണപ്പെട്ട വർഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നേക്കാൾ പ്രായമുള്ള ഖദീജയുടെ കൂടെ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കൾ ഇബ്രാഹിം ഒഴികെയുള്ള മക്കളെല്ലാം ഉണ്ടായത് ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ മക്കളും ഇബ്രാഹിം ഒഴികെ ഖദീജയിൽ നിന്നാണ് ഉണ്ടായത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ മരണപ്പെട്ടപ്പോഴും തൻ്റെ വീട്ടിൽ എന്തെങ്കിലും നല്ല വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശിഷ്ടമായത് എന്തെങ്കിലും തൻ്റെ വീട്ടിൽ പാകം ചെയ്യുമ്പോൾ അത് ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തയക്കണമെന്ന് തൻ്റെ വീട്ടുകാരോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു എന്നാണ് ചരിത്രം. മരണപ്പെട്ടു പോയിട്ടും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മരണപ്പെട്ടു പോയിട്ടും 50-ാമത്തെ വയസ്സിൽ 65 വയസ്സുള്ള ഖദീജ ബീവി മരണപ്പെട്ടു പോയിട്ടും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ മാനസിക ബന്ധത്തോടെ, വലിയ സ്നേഹത്തോടെ, വലിയ അടുപ്പത്തോടെ തിരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയെയും അങ്ങനെ തന്നെയാണ്. തനിക്ക് സമൂഹത്തിലുള്ള ദുരാചാരങ്ങളെയും സമൂഹത്തിൽ കാണുന്ന അന്ധവിശ്വാസങ്ങളെയും അതിക്രമങ്ങളെയും അനാചാരങ്ങളെയും അരാജകത്വങ്ങളെയും കണ്ട് മനസ്സ് മടുത്ത് ഏകാന്തവാസം നയിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചപ്പോൾ ഹിറാഗുഹയിൽ ഇരിക്കുന്ന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഭക്ഷണം പാകം ചെയ്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമീപത്തേക്ക് കടന്നു പോകുന്ന ഖദീജ മക്കയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്.